വയനാട് പനമരം നീർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭീഷണിയായി ട്രാൻസ്ഫോർമർ. സ്കൂൾ ഗേറ്റിന് മുന്നിലാണ് ട്രാൻസ്ഫോർമർ. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രധാന അധ്യാപികയും PTA-യും ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടും നടപടി ഇതുവരെ ഉണ്ടായില്ല. നീർവാരം ഗവൺമെന്റ് സ്കൂളിന്റെ ഗേറ്റിന് മുന്നിലാണ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിന്റെ സ്റ്റേ വയർ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിലേക്ക്. 11 kV ഹൈടെൻഷൻ ലൈൻ കടന്നുപോകുന്നത് സ്കൂളിന് മുന്നിലൂടെയാണ്. കുട്ടികൾക്ക് അപകട ഭീഷണിയെന്ന് കാണിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ PTA-യും പ്രധാന അധ്യാപികയും പരാതി നൽകിയിരുന്നു. കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും KSEB-ക്കുമാണ് പരാതി നൽകിയത്. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കാൻ നടപടി ഉണ്ടായില്ലെന്ന് PTA ഭാരവാഹികൾ. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളിൻ്റെ PTA കമ്മിറ്റിയും അതേപോലെ അധ്യാപകരും ചേർന്ന് ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ കളക്ടർക്കും വയനാട് ജില്ലാ പഞ്ചായത്തിനും KSEB-ക്കും ഇതിനോടകം കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു. നാളിതുവരെയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് നമ്മളുടെ സ്കൂളിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ചതാണ്. പക്ഷേ അതിനുശേഷം പലതവണ ആവശ്യപ്പെട്ടതാണ് നമുക്കിത് സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. ചിലപ്പം ഒരു കുട്ടിക്കൊരു കൗതുകം തോന്നിയൊന്ന് ഒരു പച്ചക്കമ്പെടുത്തുന്നത് എന്താണെന്ന് അറിയണമെന്ന് തൊട്ടു നോക്കിയാൽ കൂടി അപകടത്തിലേക്ക് പോകാം. ട്രാൻസ്ഫോമറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സ്പാർക്കിംഗ് ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ട്രാൻസ്ഫോർമർ സുരക്ഷിതമെന്ന KSEB-യുടെ റിപ്പോർട്ടാണ് മാറ്റി സ്ഥാപിക്കൽ വൈകിക്കാൻ കാരണമെന്നും ആരോപണമുണ്ട്. തേവലക്കരയിലുണ്ടായ അനുഭവത്തിന്റെ ആശങ്ക ഈ നാടിനുണ്ട്. അതിനാൽ തന്നെ വേഗത്തിൽ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.